യഹൂദ സംസ്കാരം പഠിച്ചു കഴിഞ്ഞാൽ കുതിര വളരെ യഹൂദയെക്കുറിച്ച് പഠിക്കുമ്പോൾ കുതിരകൾ വളരെ കുറവുള്ളതായ ഒരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കുതിരകളെ കൂടുതലും അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യുദ്ധത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ കഴുതകളെയും അതുപോലെ ഒട്ടകങ്ങളെയും യാത്രക്ക് ഉപയോഗിക്കുമായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കഴുതപ്പുറത്ത് യാത്ര ചെയ്തതായ യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രാജാക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ ഈ കഴുതപ്പുറത്ത് സഞ്ചരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് വായിക്കാം. 33-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദിന്റെ മകനായ ശലോമോനെ അഭിഷേകം ചെയ്യുവാനായിട്ട് കൊണ്ടുപോകുന്നത് ഒരു കഴുതപ്പുറത്തായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദ് രാജാവ് തൻ്റെ കോവർ കഴുതി, അല്ലെങ്കിൽ ദാവീദ് രാജാവ് യാത്ര ചെയ്തുകൊണ്ടിരുന്നായ കോവർ കഴുതി ഇപ്പോഴാണ് മകന് കൊടുക്കുകയാണ്. കാര്യം ഒരു അഭിഷേക ശുശ്രൂഷ നടക്കുവാൻ പോവുകയാണ്. അവനെ അതിൽ യാത്ര ചെയ്ത് അവരെ കൊണ്ടുപോകുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജാക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ യാത്ര ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ഒരു വാഹനമായിരുന്നു കഴുതയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നതായ ഈ കഴുതയെ അഴിച്ചുകൊണ്ടുപോകാനായിട്ട് പറയാണ് ഈ 2 ശിഷ്യന്മാരോട്. വാസ്തവത്തിൽ വല്ലവനും വളർത്തി ഇത്രയും ആക്കിയതായ ഒരു കഴുതയെ ചെന്ന് അഴിച്ചുകൊണ്ട് വരുവാനായിട്ട് നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ ഒരല്പം ഭയപ്പെടും. കാര്യമേ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഗ്രാമക്കാരെല്ലാം കൂടി നമ്മളെ തല്ലി ഓടിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഇത്രയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നതായ ഒരു കഴുതയെ പെട്ടെന്ന് വന്ന് 2 പേരെ അഴിച്ചുകൊണ്ട് പോകുന്നു. അത് ചിലപ്പോൾ അതിൻ്റെ യജമാനൻ ചിലപ്പോൾ സമ്മതിക്കാതിരിക്കുവാനായിട്ടും സാധ്യത കാണും. എന്നാൽ ഇതൊന്നും വിസമ്മതിക്കാതെ യേശു പറഞ്ഞത് അതുപോലെ കേൾക്കുന്നതായ 2 ശിഷ്യന്മാരെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പുതുമുള്ളവരെ നമ്മുടെ അനുസരണത്തിന്റെ വേഗതയിലാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരി സംശയങ്ങൾ അവർക്ക് കാണുമായിരിക്കും അവരുടെ ഉള്ളിൽ. എന്നാൽ യേശു പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്യാതെ ആ ഗ്രാമത്തിലേക്ക് കടന്നു പോകുന്നതായ ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് നമ്മളോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാനായിട്ട് നാം സന്നദ്ധതയുള്ളവരായി തീരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതം നടക്കും. ഇവിടെ ഈ 2 ശിഷ്യന്മാരെ ഈ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവരെ അതിശയിച്ച് കാണും, അവരെ അത്ഭുതപ്പെട്ട് കാണും. കാര്യമേ ഒരിക്കലും ഹല്ലേലൂയ ആരും കയറിയിട്ടില്ലാത്തതായ ഒരു കഴുതയെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. യേശു കർത്താവ് എന്തവരോട് പറഞ്ഞോ അത് അവരാ ഗ്രാമത്തിൽ ചെന്നപ്പോൾ കാണുകയാണ്. അത് തന്നെ അവരെ അതിശയിപ്പിച്ച് കാണും. കാര്യം യേശു പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നത് അവരുടെ കണ്ണുകൊണ്ട് കാണുവാനായിട്ട് അവർക്ക് ഇടയായിത്തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രവചന നിവൃത്തിയാണ്. സെക്കറിയാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ഇതൊരു പ്രവചന നിവൃത്തിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 400 വർഷം മുമ്പ് സെക്കറിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിച്ച് പറയാണ്, സിയോൻ പുത്രിയെ ഉച്ചത്തിലെ ഘോഷിക്കുക, എന്നിട്ട് പറയാണ് യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. എങ്ങനെയാണോ വരുന്നത്? അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്ത് പെൺ കഴുതപ്പുറത്ത് കുട്ടിയായ ചെറിയ കഴുതപ്പുറത്തും കയറി വരുന്നു. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ 400 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് പറഞ്ഞതായ ഒരു പ്രവചനം ഇവിടെ നിവർത്തീകരിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊന്നുകൂടെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യമായി കഴുതപ്പുറത്ത് വാഹനമുഖത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. എന്നിട്ട് പറയാണ്, എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന്
നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു എന്ന് മത്തായിയുടെ 21 അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പ്രവാചകൻ പറഞ്ഞത് അതുപോലെ നിവൃത്തിയായി. വാഗ്ദത്തം ഉള്ള ഒരു കഴുതയായിരുന്നുവെന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴുതയെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ ഇത് കെട്ടപ്പെട്ട കഴുതയായിട്ട് കിടക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ കെട്ട് അഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, കർത്താവിന് അതിനെ വാഹനമായി ഉപയോഗിക്കുവാനും കഴുതപ്പുറത്തുള്ളതായ യേശുവിൻ്റെ ആ രാജകീയ പ്രവേശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളപ്പോൾ ഈ കഴുത എന്താണ്? കെട്ടപ്പെട്ട കഴുതയായിരുന്നു. എന്നാൽ ഈ ശിഷ്യന്മാർ പോയി അതിനെ അഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, 116 സങ്കീർത്തനം 16 നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. അപ്പോൾ ഏത് ബന്ധനമാണെന്ന് ദാവീദ് ഇവിടെ പറയുന്നില്ല. എന്നാൽ ബന്ധനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഒത്തിരി ബന്ധനങ്ങളെ അഴിച്ചതിനെ കുറിച്ചൊക്കെ നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും സാധിക്കും. എന്നാൽ കുറുക്കിയിട്ടിരിക്കുന്നതായ വിഷയങ്ങളെ അഴിച്ചു കളയുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിവുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എൻ്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ.